നമസ്കാരം. വാസ്തവത്തിൽ ഇന്ത്യക്ക് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എന്നാണ് പൂർണ്ണമായ തോതിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക? സേലിംഗം ആരംഭിക്കുന്നു. ഏകദേശമല്ല, കൃത്യം പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് 602 കപ്പലുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെ 62, ചിലപ്പോൾ അത് 63 ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതൊരു വർഷം ഇത്രയും കപ്പലുകൾ വന്നു പോവുക എന്നുള്ളത് ഒരു കാലത്തും ആരും സമ്മതിച്ചു തരാത്ത ഒരു വിഷയമായിരുന്നു. ഇവിടെ ക്രെയിനില് കാക്ക കൂട്ടും, കണ്ടെയ്നർ തുരുമ്പെടുക്കും, ഒരു കപ്പൽ പോലും വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു തുറമുഖത്താണ് ഈ അതിഗംഭീര വളർച്ച നമ്മൾ നേരിട്ട് കാണുന്നത്. ഇന്നത്തെ വിഷയം അതല്ല. ഇതുപോലെ ഈ തുറമുഖത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽ ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ നടത്തിക്കില്ല എന്ന് വാശി പിടിപ്പിച്ച നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്തോ ഒരു നിയോഗം പോലെ ഇതിനു വേണ്ടി നിരന്തരം കലഹിക്കണം, ശബ്ദിക്കണം എന്ന് തീരുമാനിച്ചതുപോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനത്തെക്കുറിച്ചും അങ്ങനെ തന്നെ ഒരു നിയോഗം പോലെ വരികയാണ്. ഒരാഴ്ച മുമ്പാണ് സെയിലിംഗ് കമന്ററി റിപ്പോർട്ട് ചെയ്തത് DME, ഡൈമീഥൈൽ ഈതർ എന്ന് പറഞ്ഞ LPGക്ക് ബദലായിട്ടുള്ള ഒരു ഇന്ധനത്തിന്റെ സാധ്യത പൂനെയിലെ CSIR എന്ന് പറയുന്ന സ്ഥാപനം അത് രൂപപ്പെടുത്തിയെടുത്തത്, അവിടുത്തെ തന്നെ ശാസ്ത്രജ്ഞൻ പുറം ലോകത്തെ അറിയിച്ചത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വയം പര്യാപ്തത നേടാവുന്ന ഒരു മേഖലയാണ് LPG. ഈ ഹോർമോസ് സ്ട്രെയിറ്റിന്റെ തടസ്സം കാരണം നമ്മൾ LPGക്ക് വേണ്ടി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ളതായിരുന്നു അവരുടെ കണ്ടെത്തലും നിർദ്ദേശവും. അതിൽ ഇത് സെയിലിംഗ് കമന്ററിയിൽ വന്ന അഭിപ്രായമല്ല, വേറെ ഒരു ഗ്രൂപ്പിൽ DMEയെ സംബന്ധിച്ച് ഒരു അവതരണം അതിനകത്ത് വന്ന ഒരു മറുപടിയാണ്. അവിടെയാണ് ഈ നമ്മുടെ സ്വതന്ത്ര ചിന്തകളെ കുറിച്ചൊക്കെയുള്ള ഒരു ആഗ്രഹം നമ്മൾ വീണ്ടും പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. അതിൽ അഭിപ്രായം പറഞ്ഞയാൾ ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ, ഐ ആം വർക്കിംഗ് ഇൻ എ പെട്രോകെമിക്കൽ പ്ലാന്റ് ഇൻ കൊച്ചി. ഇപ്പൊ റിഫൈനറി ആയിരിക്കാം, അല്ലെങ്കിൽ ഭാരത് പെട്രോളിയമോ അതുപോലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലായിരിക്കാം. ഐ ആം വർക്കിംഗ് ഇൻ എ പെട്രോകെമിക്കൽ പ്ലാന്റ് ഇൻ കൊച്ചി. അപ്പോൾ വളരെ ആധികാരികമായിട്ട് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് DMEയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വെളിപ്പെടുത്തിയത്. നോട്ട് വയബിൾ ഇൻ ഇന്ത്യ. ഇത് ഇന്ത്യയിൽ വയബിൾ അല്ല, അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ TRV എന്ന് പറയുന്ന തുറമുഖവും തുടക്കകാലത്ത് പറയുമ്പോൾ ഇത് വയബിൾ അല്ല, ഒരു കപ്പൽ പോലും അടുക്കില്ല. ചില വിദ്വാൻമാരുണ്ടല്ലോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇത് വെറും പാഴ് പ്രോജക്റ്റ് ആണ്, ഒരു കപ്പലും അവിടെ വരാൻ പോകുന്നില്ല. ഇനി അഥവാ വന്നാൽ പോലും 4-5 കപ്പലുകൾ. ഇങ്ങനെ വീരവാദം മുഴക്കിയ ആളുകളല്ലേ ഇപ്പൊ തലയിൽ കൊണ്ടിട്ട് നടക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മെത്തനോളിന്റെ കാര്യത്തിലും ഇപ്പോ നോട്ട് വയബിൾ ഇൻ ഇന്ത്യ. അദ്ദേഹം പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി ആകുമ്പോൾ സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുമോ? അദ്ദേഹത്തെ പോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറുവാക്കില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീധരൻ എന്ന് പറയുന്ന മഹത് വ്യക്തി പോലും TRV ഒരു പാഴ് പ്രോജക്റ്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ 602, 603 കപ്പലുകൾ ഒരു സമ്പൂർണ്ണ സാമ്പത്തിക വർഷത്തിൽ വന്നു കഴിഞ്ഞു. നമുക്കിതിലോട്ട് വരാം. ബിക്കോസ് DME, ഡൈമീഥൈൽ ഈതർ, ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മെത്തനോൾ. മെത്തനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ ഗ്യാസ്. അദ്ദേഹം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, പൂർണ്ണ വിരാമം ഇട്ടു. നാച്ചുറൽ ഗ്യാസിൽ നിന്ന് മാത്രമാണ് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. ഇവിടെ ശാസ്ത്രീയമായി തന്നെ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം. അതുപോലും അദ്ദേഹം പറയുന്നില്ല. നാച്ചുറൽ ഗ്യാസ്, ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാച്ചുറൽ ഗ്യാസിൽ നിന്ന് മാത്രമേ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റസ് കോ തിയറി ഉണ്ട്. ദ സ്റ്റാറ്റസ് കോ തിയറി, ഓൾസോ നോൺ ആസ് ദ സ്റ്റാറ്റസ് കോ ബയസ്, മുൻവിധിയോടുള്ള ഒരു അപ്രോച്ച്, refers to the tendency for people to prefer things to stay the same or maintain the current state of affairs.
നിലവിൽ എങ്ങനെയാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ച് ലോകം മുഴുവനുമുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ സ്റ്റാറ്റസ് കോ തിയറി. നിലവിലുള്ളതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അത് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ചില താല്പര്യ കക്ഷികൾ അവരുടെ വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ അവരുടെ കൂട്ടായ താല്പര്യം അതിനെ എതിരെ വേറെ ഒരു ശബ്ദവും ഉയർന്നു വരാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റാറ്റസ് കോ തിയറി ലോകം മുഴുവനുമുണ്ട്. അതാണ് നമ്മൾ ആദ്യത്തെ 2 വാചകങ്ങളിലൂടെ വായിച്ചു മനസ്സിലാക്കിയത്. അദ്ദേഹം ഈ മേഖലയിലെ വിദഗ്ധൻ അഭിപ്രായം വീണ്ടും തുടരുകയാണ്. ടുഡേ ഇൻ ഇന്ത്യ about 1 million tons shortage per year. മെത്തനോളിനെ കുറിച്ചാണ് പറയുന്നത്. ടുഡേ ഇൻ ഇന്ത്യ about 1 million tons 10 ലക്ഷം ടൺ shortage per year. So for the production of DME, India need to import huge amount of methanol. വേറെ മാർഗമില്ല. മെത്തനോൾ ഇറക്കുമതി ചെയ്താൽ മാത്രം ഇപ്പൊ തന്നെ 10 ലക്ഷം ടൺ ആവശ്യമുണ്ട്. അത് ബഹുഭൂരിപക്ഷവും ഇമ്പോർട്ട് ചെയ്യുകയാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അപ്പോ ഇവിടെ ഇനി DME ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഖത്തറിൽ നിന്ന്, അത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ മെയിൻലി ഡിപ്പെൻഡ്സ് ഖത്തർ ആൻഡ് ഇറാൻ ഫോർ മെത്തനോൾ. അപ്പൊ ഇനി ഇവിടെ DME ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇറാനിൽ നിന്നും ഖത്തറിൽ നിന്നും നാച്ചുറൽ ഗ്യാസ് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്താൽ മാത്രമേ നമുക്ക് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. മെത്തനോളിൽ നിന്ന് DME ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് നമ്മുടെ സോക്കോൾഡ് വിദഗ്ധരുടെ അജ്ഞത അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് കോ തിയറി. അവരൊരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ സ്ഥാപനം മാത്രമേ ഇവിടെ വളരാവൂ എന്ന് പറയുന്നത്. ആലപ്പുഴയിലെ ഒരു ആളെ കുറിച്ച് പറയാറുണ്ടല്ലോ, വെള്ളപ്പൊക്കം വരുമ്പോൾ ഞാനും എന്റെ കുടുംബവും മാത്രം രക്ഷപ്പെടണം, ബാക്കി എല്ലാവരും. അതുപോലെ പെട്രോൾ കെമിക്കൽ ഇൻഡസ്ട്രി മാത്രമേ ഇവിടെ നിലനിൽക്കാവൂ, വേറെ ഒന്നും വരാൻ പാടില്ല, അതിന് ഭീഷണിയാകുന്ന വേറൊരു സ്ഥാപനവും ഇവിടെ വരാൻ പാടില്ല എന്നുള്ള സ്റ്റാറ്റസ് കോ തിയറി. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇൻ ഡിസിഷൻ മേക്കിംഗ് ദിസ് മീൻസ് പീപ്പിൾ ഓഫൺ സ്റ്റിക്ക് വിത്ത് ദ ഡിഫോൾട്ട് ഓപ്ഷൻ. നിലവിലുള്ള ഡിഫോൾട്ടായിട്ട് വരുന്ന ഓപ്ഷൻ, അത് മാത്രമേ ഓപ്ഷൻ ഓർ കറന്റ് സിറ്റുവേഷൻ. നിലവിൽ എങ്ങനെയാണ് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആ പെട്രോൾ വെച്ച് എങ്ങനെയാണോ വണ്ടി ഓടുന്നത് അതുപോലെ തുടർന്നും ഓടിക്കൊണ്ടിരിക്കട്ടെ. ഈവൻ ഇഫ് ചേഞ്ചിങ് ഇറ്റ് മൈറ്റ് ബി ബെനിഫിഷ്യൽ. അതിൽ നിന്ന് മാറി വേറൊരു സാധ്യത വന്നാൽ അത് മാനവരാശിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ബെനിഫിഷ്യൽ ആണെങ്കിൽ പോലും അത് ചെയ്യാൻ അനുവദിക്കാത്തതാണ് ഈ സ്റ്റാറ്റസ് കോ വിദ്വാൻമാർ. ഈ പറയുന്ന മെത്തനോളിന്റെ കാര്യത്തിലും ഇവിടെ ബദൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് വേണ്ട, നമുക്ക് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റും മറ്റു മാലിന്യങ്ങളും കുളവാഴയും അഗ്രി വേസ്റ്റും എല്ലാം കൂടി 1-ാം തരം മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ട് അതിന്റെ ഒരു പരീക്ഷണം നടന്നതിന്റെ മെത്തനോൾ ഉൽപാദനത്തിന്റെ വിഷ്വൽ കൂടി കാണിക്കും. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ സാധിച്ചിട്ടും അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത നമ്മുടെ നാട്ടിലെ സോക്കോൾഡ് വിദഗ്ധന്മാരാണ് ഈ രാജ്യത്തെ ഈ പാതാളക്കുഴിയിൽ ഇപ്പോഴും തള്ളിയിട്ടിരിക്കുന്നത്. ഇൻ ലോ ആൻഡ് പോളിസി ദ സ്റ്റാറ്റസ് കോ തിയറി ഈസ് യൂസ്ഡ് ടു ആർഗ്യൂ ഫോർ മെയിൻറ്റെയിനിങ് എക്സിസ്റ്റിംഗ് റൂൾസ്, ലോസ് ഓർ പ്രാക്ടീസസ് unless there is a strong reason to change them. It emphasizes stability and continuity. നിലവിലുള്ള കാര്യങ്ങൾക്ക് പെട്രോൾ ഇറക്കുമതി ചെയ്യുക, ക്രൂഡ് ഇറക്കുമതി ചെയ്യുക, ഇവിടെ പ്രോസസ് ചെയ്യുക, ടാങ്കറിൽ എത്തിക്കുക, പെട്രോൾ പമ്പ് വഴി ഒരു നെറ്റ്വർക്ക് ഉണ്ട് അതുവഴി വിതരണം ചെയ്യുക, കുശാലായിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കുക. പണം മുഴുവൻ കൊണ്ടുപോകുന്നത് ക്രൂഡിന്റെ ആസ്ഥാന മുതലാളിമാരാണ്. ഇത് ഈ രാജ്യത്തെ കടക്കണിയിൽ ഇടുമ്പോഴും ഒരു ബദൽ ഇന്ധനത്തെ കുറിച്ച് ഇവിടെ ഒരു താല്പര്യവും ബന്ധപ്പെട്ട ജോസഫിനെ പോലുള്ള മഹാന്മാർക്കില്ല എന്നുള്ളിടത്താണ് നമ്മുടെ സ്വാതന്ത്ര്യം തീർത്തും പാരതന്ത്ര്യമായി നമ്മളെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മെത്തനോൾ എന്ന് പറയുന്ന ബദൽ ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ അധികാര കേന്ദ്രങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ട് തുടർച്ചയായ ക്യാമ്പയിനിലൂടെ ഇത് നേടിയെടുക്കുന്നത് വരെയുള്ള പോരാട്ടം, ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും.
ട്രിവാൻഡ്രം ട്രാക്കത്തോണിൽ ആദ്യമായിട്ട് ഇന്തോനേഷ്യയിലെ ഒരു പോർട്ടിൽ നിന്ന് ഒരു കണ്ടെയ്നർ എത്തി. പെറവാങ് എന്നാണ് പോർട്ടിന്റെ പേര് പെറവാങ്. അവിടെ നിന്ന് 2 ട്രാൻസ്ഷിപ്മെന്റാണ് നമ്മുടെ നാട്ടിലൊരു കണ്ടെയ്നർ എത്താൻ. പെറവാങ് ഇന്തോനേഷ്യ, അവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് ടിആർവിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ചെങ്ങന്നൂർ വെച്ചിട്ടാണ് ഡോക്ടർ കോശി ചിത്രം പകർത്തിയത്. ഏകദേശം 25 ദിവസം എടുക്കുന്നു. ഇവിടെ മിക്കവാറും ദിവസം സിംഗപ്പൂരിൽ നിന്ന് വരികയും പോവുകയും ചെയ്യുന്നത് 5 ദിവസം, 4 ദിവസത്തിനുള്ളിൽ പോലും വന്നിട്ടുണ്ട്. 4 ദിവസം, 5 ദിവസം, 6 ദിവസം ഇങ്ങനെയുള്ള ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു കണ്ടെയ്നർ. ഇപ്പൊ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അറിയാം MSCയുടെ തന്നെയാണ്. ഇനിയിപ്പോൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. 25 ദിവസം കൊണ്ട് ചെങ്ങന്നൂരിലെ ഒരു കസ്റ്റമറിന് എത്തുന്നത്. ഇപ്പൊ TRVയിൽ നേരത്തെ എത്തിയിട്ടുണ്ട്. TRVയിൽ എത്തിയത് പോയിരുന്നെങ്കിൽ പോലും ഒരു 10 ദിവസത്തിനകം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. ആ സ്ഥാനത്താണ് 25 ദിവസം എടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ഡോക്ടർ കോശിയുടെ ട്രാക്കത്തോൺ കഥ നമ്മളോട് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ട്രാക്കിംഗ് ആണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്.